സോ ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മളൊരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ. ഇന്ന് ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം. അതിന് മുന്നേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കമോൺ ലെറ്റ്സ് ഗോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി അജ്മാനിൽ നിന്ന് ബുർജ് ഖലീഫ വരെ വന്നിരിക്കുകയാണ്. സോ ബൈ ദ വൈ നമ്മൾ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനുണ്ട്, പിന്നെ കണ്ണൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ചെറുക്കനുണ്ട്, പിന്നെ നമ്മളെ പാകരനുണ്ട്. സോ ബൈ ദ വൈ നമ്മൾ നേരെ ബുർജ് ഖലീഫയിലോട്ടാണ് പോയത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ബുർജ് ഖലീഫയിലോട്ടാണ് പോകുന്നത് തന്നെ. സോ നമുക്ക് നോക്കാം. പിന്നെ അവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് നോക്കി പക്ഷേ കിട്ടിയിട്ടില്ല. ഇനി അവിടെ പോയിട്ട് എന്താണ് അവസ്ഥയെന്നൊക്കെ നോക്കണം. അവിടെ പോയിട്ട് കൗണ്ടർ തപ്പുക, പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കുക, അതുപോലെ തന്നെ ടിക്കറ്റിന് എത്ര രൂപയാവുമെന്ന് നോക്കുക, പിന്നെ അതേപോലെ തന്നെ അവിടെ സ്പേസ് ഉണ്ടാകുന്ന നോക്കുക. ഒരു വലിയൊരു ടാസ്ക്കാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ പോകുന്ന വഴികൾ. ഇങ്ങനെയുണ്ട്, നൈസല്ലേ, ഒരു പ്രീമിയം ടച്ച് വൈബ് ഉള്ള അല്ലേ, രസമുണ്ട്. ഖലീഫ ഉണ്ടോ നിങ്ങൾ, നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ള. ബട്ട് നമുക്ക് ഇതുവഴി കറങ്ങി അങ്ങനെ പോവാം. പിന്നെ നല്ല ചൂടുമുണ്ട്, ഞാൻ വിയർക്കണേണ്ട, നല്ല ചൂട്. അവിച്ചിലാണ്, ഫുള്ള് അവിച്ചിൽ, അവിച്ചിലാണ്. സൈ ഇനിയിപ്പം അവിടെ കയറിയിട്ട് വേണം ഇനിയിപ്പോൾ തപ്പാൻ. ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ എൻട്രൻസ് തപ്പാനും അതുപോലെ അകത്ത് പാർക്ക് ചെയ്തിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ പുറത്താണ് പാർക്ക് ചെയ്തത്. പുറത്ത് ഈ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ 4 മണിക്കൂർ ഫ്രീ ഉള്ള. ആ 4 മണിക്കൂറിൽ ഫ്രീ ഉള്ള ഇതിൽ 4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാലിക്കുന്ന് കട്ടാവും 20 ദിർഹംസ്. 20 ദിർഹംസ് അത് കട്ടാവും. സോ അതൊരു ടാസ്ക്കാണ്. അപ്പം നമുക്ക് 4 മണിക്കൂറിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണം. കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ചൂട്, അമ്മാതിരി ചൂടാണ്, അമ്മാതിരി ചൂട്. ഈ ചൂടത്താണ് ചായ കുടിക്കാൻ പോകണം. അത് വേറൊരു കാര്യം. അത് ഇവൻ്റെ ഒരു ആഗ്രഹമാണ്, കണ്ണൻ്റെ. സോ നമ്മൾ വിചാരിച്ച് നമുക്ക് അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന്. അതിനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10 മണിയായി ഗൈസ്. അതെ, ആ വ്യൂ നോക്കി, നൈസ് വ്യൂ അല്ലേ. വൈശാണ് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കാനും ഇവിടെ മറ്റേ ഫോട്ടോ എടുക്കുന്നതിൽ ചില രീതികളിൽ, ചില മോഡലുകളിൽ ഫോട്ടോ എടുക്കുന്ന അത് ഇവിടെയാണ്. ഇവിടെ നിന്നിട്ട് ഒരു ട്രെൻഡിങ് ഫോട്ടോസ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നൈസല്ലേ വ്യൂസ്. ചൂടാണ്, അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത. തണുപ്പ് സമയത്ത് അടിപൊളിയാണ് വരാനൊക്കെ. ഈ ചൂട് സമയത്ത് നമ്മൾ ഈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ആഗ്രഹിക്കില്ല. കാരണം ആ ചൂട് കാരണം നമ്മൾ ഫുള്ള് ഇപ്പം തന്നെ നല്ല കുളിച്ച് വിയർത്ത്. സോ ബുർജ് ഖലീഫ കാണുമോ നിങ്ങൾ? ഇതാണ് ബുർജ് ഖലീഫ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഹൈറ്റഡേ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് നമ്മൾ ചായ കുടിക്കണം. ആ ചായ കുടിക്കാൻ വേണ്ടിയുള്ള ടിക്കറ്റ് കിട്ടുമോയെന്ന് അറിയില്ല. അതിനും വേണ്ടി കൂടിയാണ് പോണത്. ഇനിയിപ്പോൾ ദുബായ് ആളിനകത്ത് കയറണേ. ആളിൽ കയറിയകത്ത് കെട്ടിട്ടോളാം. അപ്പം അത് തപ്പുക. ഓക്കെ, ഇവിടെ ഈ മറ്റേ ഈ ബോട്ടിൽ ഇങ്ങനെ നമുക്ക് കറങ്ങാനൊക്കെ പറ്റും കേട്ടോ. അല്ലടാ കണ്ണ, ഇവിടെ ആളൊന്നുമില്ല. നിനക്ക് വേണ്ടി ഇപ്പം തുറന്നു തരും. ഇരുന്നോ നീ ഇങ്ങോട്ട്. ഞാന് ദുബായ് ഷേഖിൻ്റെ വരുമാനാടേ. ഏടേ ഹലോ, നീ ചാടുമെന്ന് എനിക്കറിയാം, ആണ് ചോദിച്ചാ. എന്തരടാ ഇത്, എന്തൊരു സാധനമാണേ ഇത്. ഇവിടുത്തെ വ്യൂസാണ് അടിപൊളി. ഇവിടേക്ക് താമസിക്കുന്നവർക്ക് അടിപൊളിയായിരിക്കും അല്ലേ. ലക്ഷറി. ഈ ലക്ഷറി ലൈഫ് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ബുർജ് ഖലീഫയിലൊക്കെ ഒരു റൂമൊക്കെ എടുത്ത് ഇങ്ങനെ, അതും തണുപ്പ് സമയത്ത് എടുക്കാം, ചൂട് സമയത്തല്ല.
പക്ഷെ ചൂട് സമയത്ത് എല്ലാത്തിനും വില കുറച്ച് കുറവാണ്. തണുപ്പ് സമയത്ത് ഭയങ്കര പൈസ ആയിരിക്കും എല്ലാത്തിനും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോഴേ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ചൂട് സമയത്ത് ഭയങ്കര ടിക്കറ്റും പിന്നെ ഭയങ്കര തിരക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തായാലും എത്രയും പെട്ടെന്ന് മകളിനകത്തോട്ട് കയറാം. കാരണം മകളിനകത്തോട്ട് കുറച്ച് AC എങ്കിലും ഉണ്ടാവും. ഇവിടെ ഭയങ്കര ചൂടും ഞാൻ വിയർത്ത് കുളിക്കുകയും ചെയ്തു. നമുക്ക് പെട്ടെന്ന് തന്നെ മകളിനകത്തോട്ട് കയറാം. അതിനകത്ത് എൻട്രൻസ് ഉണ്ട്, ആ സൈഡിൽ എൻട്രൻസ് ഉണ്ട്, അതുവഴി കയറാം. പിന്നെ മാറി ഇനിയിപ്പോൾ എന്താണ് പ്ലാനിങ് ഒന്നും എനിക്കറിയാൻ വേണ്ടി. എനിക്കൊരു പ്ലാനിങ്ങും ഇല്ല. ഓ അടച്ചിട്ടിരിക്കണല്ലോ. പോയാതി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ മാളിനകത്ത് കയറിയിരിക്കുകയാണ്. എന്തൊരു തണുപ്പ് ഇതിനകത്ത്. പുറത്ത് നല്ല ചൂടും ഇതിനകത്ത് നല്ല തണുപ്പും. പിന്നെ ഈ പറഞ്ഞ പോലെ ചായ ഒഴിക്കാനായിട്ട് നമ്മൾ ഈ തപ്പിക്കൊണ്ട് കിടക്കുക സ്ഥലം. അവന്മാർ നേരെ മുന്നോട്ട് നടന്നോ പൊക്കോണ്ടിരിക്കുന്നു. ആ സ്ഥലം കണ്ടുപിടിക്കാനാണ് പാട്. കാരണം ഇതിനകത്ത് ഒരുപാട് ഏരിയാസ് ഉണ്ട്, നമുക്ക് മനസ്സിലാവില്ല, അത്രയ്ക്കും വലുതല്ല. അപ്പോൾ തപ്പണം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആപ്പിൾ സ്റ്റോറിൻ്റെ താഴെ പോയിട്ട് അവിടെയാണ് കൗണ്ടറാണ്. ഇനി ടിക്കറ്റ് എടുക്കണേ. ഓൾമോസ്റ്റ് ഒരു 99 ദറംസോളാവും. അപ്പോൾ അത് നോക്കണം. അവിടെ ചെന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. തപ്പിക്കൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് കറക്റ്റ് എവിടെയെന്ന് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്ലാനിങ് ഡീലിങ് ഫുള്ള് കണ്ണനായതുകൊണ്ട് അപ്പം എന്താണ് അപ്പോഴത്തെ കാര്യം എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ്. അതാ പ്രശ്നം. ഇനിയിപ്പോൾ നോക്കാം നമുക്ക്. ഇന്ത്യയിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കഫേയൊക്കെ കണ്ടോ, ഷോറൂം. ഇതിനകത്ത് കയറുമ്പോഴേ നമ്മളൊരു റേഞ്ച് അങ്ങ് മാറും കേട്ടോ. കാരണം നമ്മൾ കാണുന്ന കാഴ്ചകൾ ഫുൾ അങ്ങനത്തെ ഫുൾ ഹെവി. iPhone 80 Pro Max ഇറങ്ങുമ്പം നമ്മുടെ എവരിത്തിങ് എല്ലാം സക്സസ്ഫുള്ളി റൺ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബുർജ് ഖലീഫയിൽ ദുബായ് മാളിൽ വന്ന് നമ്മൾ iPhone 18 Pro Max നമുക്ക് എടുക്കണം. അതൊരു ആഗ്രഹമുണ്ടേ, ആപ്പിൾ സ്റ്റോറിൽ നിന്ന് തന്നെ എടുക്കണമെന്ന്. അത് ഓരോരുത്തർക്കുള്ള ആഗ്രഹമാണ്. ഇതെറ്റി നമ്മൾ ചിന്താവിഷ്ടയായ ശ്യാമളയെ കണക്ക് ചിന്തിക്കുന്നു. കണ്ണന് കറക്റ്റ് പ്ലാനിങ് ഉള്ള എന്തോന്ന് വഴി തെറ്റിയില്ല എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻ പറയടാ, സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയുള്ള എന്നോട്? അതാണ് നമ്മളിന്ന് ബുർജ് ഖലീഫയുടെ മണ്ടേ കയറിയിരിക്കും. അതാണ് റോളക്സിന്റെ വാച്ച് കണ്ട ചെറുക്കന്റെ. അതെന്താ ഇവിടുന്ന് വാങ്ങിച്ചു നമ്മള്? ഇല്ലടാ, റോളക്സിന്റെ. ഡേയ് കയ്യാണീറാ, ഒന്ന് കാണിക്കിട്ട്. അള്ളേ റോളക്സ്. നീ ആരടാ അളിയാ? നീ ആര് അളിയ? നീ ആര്? നീ പറഞ്ഞില്ലല്ലോ. സാധനം ഇരിക്കണ നോക്കടേ. വീഡിയോ കലവിടാണ് എന്തോ. അങ്ങെടുത്ത് പടപ്പിക്കാണ്. ഏത് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞു കൊറേ ആയി ഇപ്പൊ സ്ട്രൈറ്റ്. പക്ഷെ എനിക്ക് നടക്കുന്നവരുന്നത് അതല്ല, സിമ്പിൾ ആണെന്ന്. എടാ നീ ഇത് എവിടുന്ന് കിട്ടിയ നിനക്ക്? എടാ അത് മറ്റേ ഇതിന്റെ അക്വേറിയത്തിന്റെ ആണ്, അതിനകത്ത് കയറുന്നതിന്റെ ടിക്കറ്റ്. ഓരോ കൗണ്ടറിനും ഓരോ സ്ഥലത്തേക്ക് പോകുന്നതാണ്.
എടാ നീ ഇത് മറ്റേ വീഡിയോ കണ്ടപ്പോ അതില് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. പിന്നെ അബിയോട് ചോദിച്ചാ പോരെ എനക്ക്? അയ്യോ, അക്വേറിയം, ദുബായ് അക്വേറിയം. നിങ്ങൾ ഇത് കാണുക, നോക്കൂ, പമ്പൻ സ്രാവുകൾ പോകുന്ന കണ്ടോ? കണ്ണാടി കൂടി പോകുന്നത് കണ്ടോ നിങ്ങൾ? ഓ, നമ്മളിത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ. അയാൾ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. LG ഫ്ലോറിൽ പോവുക. LG ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ വാട്ടർ ഷോ ഒക്കെ കാണാം, ബുർജ് ഖലീഫയുടെ. അത് കണ്ടുപിടിച്ച് വരിക. നമുക്ക് ദുബായ് നല്ല ആപ്പിൾ സ്റ്റോർ, സോ നൈസ്. ഇവിടെ വന്ന് നമുക്ക് എടുക്കണം 18 Pro Max. സോ ലോഞ്ച് ആയില്ല ഫോണ്, സെപ്റ്റംബറിൽ ലോഞ്ച് ആവുള്ളൂ. നേരെ ആപ്പിൾ സ്റ്റോറിൻ്റെ എൻട്രൻസ് താഴോട്ട് ഇറങ്ങിയിട്ട് താഴ്ന്ന് വേണം നമുക്ക് മറ്റേ ആ സ്പോട്ട് അവിടത്തേക്കുള്ള ടിക്കറ്റ് സെറ്റാക്കാൻ. ആപ്പിൾ സ്റ്റോറിൻ്റെ മെയിൻ താഴെ വരുമ്പോൾ നമുക്ക് ദുബായ് വാട്ടർ ഷോ കാണാൻ വേണ്ടിയുള്ള വ്യൂ കിട്ടും. ആപ്പിൾ സ്റ്റോറിൻ്റെ തൊട്ട് താഴെ ഇറങ്ങിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൻ്റെ അവിടെ വന്നിട്ട് താഴെ ഇറങ്ങി വന്നാൽ മതി. താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും എൻട്രൻസ്. ആണ്ടേ. സോ ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ വാട്ടർ ഷോയുടെ അവിടെ എത്തി. വാട്ടർ ഷോയുടെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. നമുക്ക് രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല വ്യൂ ആണ്, കിട്ടില്ല വ്യൂ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷോയും കാണാം നമുക്ക്, അതുപോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ബ്യൂട്ടിഫുള്ളാണ് ആ ടൈം. ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ബ്യൂട്ടിഫുള്ളാണ് രാത്രി. പക്ഷേ ഇപ്പം ഈ ചൂടത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ചൂടത്ത് നിങ്ങൾ വരാൻ നിൽക്കണ്ട. എൻ്റെ ഒരു സജഷനായിട്ട് നിങ്ങൾ എടുക്കുക, ചൂടത്ത് വരാൻ നിൽക്കരുത്. കാരണം പുഴുക്കും നമ്മൾ. ചൂടിനിപ്പോൾ തീരാറായി, ഈ മാസം കൂടെ ഉള്ളൂ. ഈ മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാം. ഇത് എന്തരടേ സാധാരണോ? അമ്മമാർ ചിരിച്ചിരിച്ച് നടക്കുകയാണ് 3 എണ്ണം കൂടി. 99 ദറംസ് ഇപ്പോൾ ഓഫറുണ്ട് ഖലീഫയുടെ മേലെ കയറാൻ വേണ്ടി. മുന്നേ 170 ദറംസ് ആയിരുന്നു. ഇപ്പം ചൂടായതുകൊണ്ട് അവർ ഓഫർ ഇട്ടിട്ടുണ്ട് 99. അപ്പോൾ ഈ 99 നമ്മൾ ടിക്കറ്റ് എടുത്ത് മേലെ കയറിയിട്ട് വേണം നമുക്ക് ചായ കിട്ടുമോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് വേറൊരു കാര്യം ഇവിടെ. ഇതിൻ്റെ ഇത് നമ്മൾ ബുർജ് ഖലീഫയുടെ എൻട്രൻസ് ആണ് കേട്ടോ. അതിനകത്തുള്ള ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റുകളാണ്. നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് വേണം നമുക്ക് മറ്റേ ഫുഡ് ഹാളിലേക്ക് പോകാം. ഫുഡ് ഹാളുണ്ട്, പിന്നെ ടോപ്പിലേക്ക് പോകാൻ പറ്റും ബുർജ് ഖലീഫയുടെ. മറ്റേത് നമ്മൾ ദുബായ് മാളിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾ കണ്ടില്ലേ, ഇറങ്ങി വന്നിട്ട് നമ്മൾ ബുർജ് ഖലീഫയുടെ എൻട്രൻസിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഫുള്ള് ഫുഡ് കോർട്ടാണ്. ഫുഡും അതുപോലെ പ്രീമിയം ആയിട്ടുള്ള വാച്ചസും ഡ്രസ്സും കോസ്മെറ്റിക്സും അങ്ങനെയുള്ള ഐറ്റംസുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്തും. അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ. സോ നമുക്കിനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. എവിടെയെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ടിക്കറ്റ് ഹോൾഡേഴ്സ്, ഓൺലൈൻ ടിക്കറ്റ് പർച്ചേസ്, സ്കൈ ടിക്കറ്റ് ഹോൾഡേഴ്സ്. 148, that is around here. So the price is the full price is 399. നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അവിടെ വീഡിയോ അല്ല, അവിടെ അല്ലായിരുന്നു, സോറി, അതാണ് എടുക്കാത്ത. നമ്മളിപ്പോൾ ബുർജ് ഖലീഫയുടെ മേളിൽ കയറും. നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് സോ ഗൈസ് നോക്കൂ, ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മളിവിടെ നോക്കാം, ഇങ്ങനെ കാണാൻ പറ്റും. ഓ മൈ ഗോഡ്. നമ്മളെവിടെയാ കണ്ണ? ഓ നമ്മൾ 124 നമുക്ക് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
ഇത് നോക്കൂ, നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? എന്റെ പൊന്നി, ശരി ഇത് നോക്കണേ എത്ര മുകളിലെന്ന്. കാറൊക്കെ നോക്കൂ, കുട്ടിക്കാറ്. എന്റെ പൊന്നി, മൈ ഗാഡ്, ഒരു രക്ഷയില്ല. എടേ ഇത് ബിൽഡിംഗ് നോക്കി, അയ്യോ ഒന്നും പറയാനില്ലടേ. എന്തരടേ ഇത്? മേലെ ഇനി ഉണ്ട് നോക്കി. അപ്പൊ ഏറ്റവും ടോപ്പിലൊക്കെ എന്ത് നല്ല വ്യൂ ആയിരിക്കും അല്ലേ? സൂപ്പർ ആയിരിക്കും അല്ലേ? അടിപൊളി വ്യൂ ആയിരിക്കും. സോ ഗൈസ്, ഒന്നും പറയാനില്ല, നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടാ. കണ്ണന് നമ്മളൊരു തംസപ്പ് കൊടുക്കും. എന്തരടേ നമുക്ക് മറ്റേ ക്ലാഷ് ഓഫ് ക്ലൈൻസില് നമ്മള് ഗെയിം കളിക്കുമ്പോൾ ബിൽഡിങ്ങുകൾ നിരത്തി വെച്ചിരിക്കും കണക്ക് ഇരിക്കുന്നു. ആകാശ വ്യൂ ഒന്നും പറയാനില്ല, അമേസിങ്. ഓ വണ്ടർഫുൾ. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവരൊക്കെ അതാ ഫോട്ടോ എടുക്കുന്ന തിടുക്കത്തിലാണ്. പാക്കരന് നമ്മളങ്ങനെ ബുർജ് ഖലീഫ ഇങ്ങനെ കാണുക. നിങ്ങൾ ഇപ്പൊ ഇത് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. പക്ഷെ ഇപ്പം മറ്റേ ഒരു പുകച്ചിലുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടില്ല. പക്ഷെ രാത്രി മറ്റേ അടിപൊളിയാണ്, ഡിഫറെൻറ്റ് വ്യൂ ആണ് രാത്രി, വെരി ഡിഫറെൻറ്റ് വ്യൂ. ചുറ്റി കാണുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ്. എനിക്ക് താഴെ നോക്കി എനിക്ക് പിന്നെയും എത്ര ഉയരമാണെന്ന് നോക്കിയാൽ നമ്മൾ നിൽക്കുന്ന താഴെ നമ്മൾ നടന്നു വന്ന സ്ഥലമാണിത്. എന്തോ ഉയരത്തിലാണ് നമ്മൾ നോക്കിയത്. പടുകൂറ്റം കെട്ടിയിരിക്കുന്നതിനിടയിൽ മാൻ പവർ അത് വലിയൊരു സാധനമാണ്. ഇതൊക്കെ ആസ്വദിക്കണം. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് ആസ്വദിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്, ഒന്നും പറയണ്ട. അതൊരു അങ്ങനെ ആ ആഗ്രഹം നമ്മൾ സാധിച്ചിരിക്കുന്നു. വെരി പ്രൗഡ്. പിന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ എഫേർട്ട് ഇട്ട നമ്മുടെ പ്രിയ സുഹൃത്തായ കണ്ണനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, വ്ലോഗ് നമ്മൾ ഈ വിചാരിക്കുന്ന കണക്ക് ഈ എനിക്ക് വാക്കുകളൊന്നും കിട്ടില്ല. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഇമോഷൻ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഫ്രീ ആയിട്ട്. സോ നൈസ്. ഇടയ്ക്കൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ. എന്തൊക്കെ പറയണേന്ന് പോലെ എനിക്ക് ക്ലാരിറ്റി ഇല്ലാതെയാണ് ഞാൻ പറയണത്. എന്തുയരോടെ ഇത്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് മനോഹരം. നമ്മൾ കെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 124 നിലയിലാണ്. ഇനിയും ഉണ്ട് മേളിൽ കുറേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് 99 ദറംസേ ഉള്ളായിരുന്നു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി വന്നത്, ചായ നമ്മുടെ ബഡ്ജറ്റിന് താങ്ങില്ല. 74 ദറംസ് ആണ് പറഞ്ഞത്. 74 ദറംസ് ഒരു ചായക്ക്. അപ്പം നമ്മളതങ്ങ് കട്ട് ചെയ്ത് ചായയുടെ ആഗ്രഹം നമ്മൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി. എടാ ചായ ചോദിച്ചാടാ, ചായ ചോദിക്കാൻ പോണ. അപ്പോൾ ചെക്കന്മാർ ചായയുടെ ഇത് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പരിശ്രമം കൂടി നടത്തുകയാണ് സുഹൃത്തുക്കളെ. ഓ പാക്കരൻ അവിടെ ഒരു ഫോട്ടോയുടെ പിറകിലാണ്. അടിപൊളി വ്യൂസ്. എൻട്രൻസിൽ എങ്ങനെ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ വാട്ടർ ഷോ, ദുബായ് വാട്ടർ ഷോ കാണാൻ പറ്റുന്ന അവിടെ വന്നിട്ട് അവിടെ നിന്ന് നേരെ ബുർജ് ഖലീഫ എൻട്രൻസ് കിട്ടും. അകത്തോട്ട്, ഉള്ളിലോട്ട്, ടോപ്പിലോട്ട് പോകുന്ന അവിടെ വന്നിട്ട് അവിടെ കൗണ്ടറുണ്ട്. കൗണ്ടറിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക, നേരെ ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ
ഇങ്ങോട്ട് കയറാൻ പറ്റും. ഇപ്പോൾ ഓഫറുണ്ട്, 99 ദിർഹംസ് ഓഫറേ ഉള്ളൂ. സോ അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇപ്പുറത്തെ ഫ്ലാറ്റിൽ പക്ഷേ ബിൽഡിങ്ങിലേക്ക് എൻ്റെ പകുതി എങ്ങനെ ഉള്ളത് അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ എന്ത് നല്ല വ്യൂ ആയിരിക്കും അല്ലേ. ഫുള്ള് വൈസ് സിറ്റിയിൽ മറ്റേ കാറൊക്കെ പോകണ്ട്, GTA പോകും കണക്കുണ്ട് എനിക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ. ഇത്ര സിമ്പിൾ സാധനം, ഇത്ര സിമ്പിൾ സാധനം നോക്കി. അട്ട പോകും കണക്കുണ്ടേ. അട്ടയില്ല നാട്ടിൽ. നമ്മളാ അട്ടയുണ്ടല്ലോ പറമ്പിലൊക്കെ കാണുന്ന, മഴ സമയത്ത് ആ സാധനം പോകും കണക്കുണ്ട്. ഇവിടെ വേണ്ട അട്ട പോകും കണക്കുണ്ട്. മേലെ നോക്കാം നമുക്ക്. ഇത്ര ലോങ് ആണ് നിൽക്കുന്നത് നമ്മള്. നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോവാം. കുറേ നേരമായി. കൊള്ളാം. അങ്ങനെ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത്. പക്ഷെ ഇതിൻ്റെ മേളിൽ അത്ര ചൂടില്ല കേട്ടോ. പക്ഷെ ഇവർ പുറത്തെന്തോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാറ്റടിക്കുന്നുണ്ട്. ചൂടില്ല, നല്ല രസമുണ്ട്, നല്ല വ്യൂ ആണ്. പറ്റുമെങ്കിൽ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, ആസ്വദിക്കുക, അറമ്പാദിക്കുക. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് ഇവിടുന്ന് തിരിക്കാം ഇനിയിപ്പോൾ. സോ കൊള്ളാം. നമുക്കിനിയിപ്പോൾ അടുത്തതിന് നമുക്ക് iPhone 18 Pro Max എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വന്ന് അൺബോക്സ് ചെയ്യാം. ഭഗവാന്റെ കാരുണ്യം, നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്തും അല്ലേ. തീർച്ചയായും എത്തും. ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കാൻ വേണ്ടിയല്ലേ നമ്മളിങ്ങനെ അധ്വാനിക്കുന്നത്. വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ. ആഗ്രഹിക്കുക, അത് സാധിക്കാൻ വേണ്ടി പണിയെടുക്കുക, അല്ല സഫലീകരിക്കാനായിട്ട് പണിയെടുക്കുക. സോ എന്തോ എൻ്റെ കുറേ ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം. എല്ലാവരും പരിശ്രമിച്ചാൽ മതിയുടെ നടക്കും. നടക്കായികയൊന്നുമില്ല. ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ. അത് ചുറ്റുപാടും പല കാര്യങ്ങളും സംഭവിക്കും. ഇല്ല, അതിനെ പറ്റിയൊക്കെ ആലോചിച്ച് നമ്മൾ ചിന്തിച്ച് ഡെസ്പാവേണ്ട കാര്യമില്ല. സോ നമ്മൾ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് ആനന്ദിക്കാം. എത്ര ഇടാ ചായ? ഒരെണ്ണോ അടിച്ചോ? വിത്തൗട്ട് കോഫി എന്താടാ? ആ നീ ഏതെങ്കിലും വാങ്ങാം. നമുക്കപ്പോൾ നമുക്ക് കോഫിയും കൂടി കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. സോ അതിൻ്റെ ഒരു കുറവ് മാത്രം വേണ്ട, അതുകൂടി നമുക്ക് ആഗ്രഹം സാധിപ്പിച്ചിട്ട് പോവാം. സോ 30 ദിർഹംസ് ആണ് ഒരു കോഫി. സോ ലെറ്റ്സ് ഗോ. കോഫി കുടിക്കാൻ വേണ്ടി ഈ കഫേയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കഫേ. ഇവിടെ നിന്നാണ് നമ്മൾ കോഫി കുടിക്കുന്നത്. കോഫി എത്രയാടാ? കോഫി എത്ര? 30 ദിർഹംസ് എഴുതി വെക്കാണ്. ഇനി എടുത്തേണ്ട, ഞാൻ നിറഞ്ഞ ചെയ്തിട്ട് ഓക്കെ. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ പേര് ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു, ജിയാമ സുൽത്താൻ. സോറി, അയ്യോ അവരവിടെ വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറി കൊടുത്ത് എൻ്റെ മോനെ. അങ്ങനെ നമ്മൾ ചായ വാങ്ങിച്ചത് വെറും 113 രൂപയ്ക്ക്. നമ്മൾ ചായ അല്ല, സോറി, കോഫി, ഫുള്ള് കോഫിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചായ കുടിക്കാൻ നമുക്ക് വേണ്ട. അപ്പം 3-4 ടൈപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐസ്ഡ് അമേരിക്കാനോ എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതും കൂടി കിട്ടി, അതും കൂടി കുടിച്ച്, അതും കൂടി ആസ്വദിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി. നോക്കൂ, കൂട്ടുകാരന്മാർ ജില്ലായിരിക്കുന്നു, ഞാനും അതേ കണക്ക് ജില്ല നിൽക്കണം. ഇവിടെ തന്നെ ഈ മേഖലയിൽ ടോപ്പിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ കോഫി ഷോപ്പ്. സോ വെരി 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 ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. ഇവിടെ ബാത്റൂം ഒന്ന് നോക്കാം. സോ അടിപൊളിയല്ലേ ബാത്റൂം. എന്താ മണം ഇതിനകത്ത്. മൂത്രം ഒഴിക്കുന്ന സെറ്റപ്പ് പറഞ്ഞുണ്ടെന്ന് ഓടി നടന്ന് കുളിക്കാൻ പറ്റൂല. ഷവറില്ല കേട്ടാ, ഓടി നടന്ന് അപ്പിയില്ലേ.
ഔ കൊള്ളാം അല്ലേ അണ്ണാ? അല്ലേ? നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. നേരെ ഇത് ഓപ്പൺ ചെയ്യുക. നൈസ് സാധനം. ഞാൻ അമേരിക്കൻ ഐസ് അല്ല, ഐസ്ഡ് അമേരിക്കാനോ അതാണ് അതിൻ്റെ പേര്. ഓ കോഫി തണുത്ത വെള്ളം ഒഴിച്ച് കുടിക്കും, അതാണ് സാധനം. അതെനിക്കറിയാം, ഞാൻ എന്നിട്ട് അതുകൊണ്ടാണ് എന്നെ ഓർഡർ ചെയ്തത്. ഷുഗർ ഇടൂല ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ? ഷുഗർ ഇടൂല റൈറ്റ്? ഇടും, ചോദിച്ചു നോക്ക്, എനിക്ക് വേണ്ട. നൈസ് സാധനം ഗൈസ്, കൊള്ളാം. ഇത് വരുന്നത്, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 24 dirhams വരുന്നുണ്ട്. പലതും പല കോസ്റ്റാണ്. പുള്ളിയിലത് 30, അതിൻ്റെ 32, അമ്മമാർ 32, 40 ആ റേഞ്ചാണ്. പക്ഷേ ഇത് എനിക്ക് കുടിച്ചിട്ട് കോഫി ഇട്ടിട്ട് ഐസ് ഇട്ട് തരും, എന്നിട്ട് വെള്ളം ഒഴിക്കും. ആ ഒരു ടേസ്റ്റ് തന്നെ, പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. കുറച്ച് ഷുഗർ ഇട്ടെന്ന് തോന്നുന്നു, കുടിക്കാൻ പറ്റാത്തത്. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ. നേരെ കൊണ്ടുവന്ന് ഇറങ്ങിയാലേ ഇനി. കോഫി ഇഷ്ടപ്പെട്ടില്ല എനക്ക്. അവര് ഫോട്ടോ എടുക്കണേന്റെ തത്രപ്പാടിലായി. സോ ഗൈസ്, നമുക്ക് ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്കല്ലേ. 124 താഴേക്ക് തിരിച്ചിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ എല്ലാത്തിനും എടാ കണ്ണ ഇനി വന്നേ, അളിയങ്ങ. താങ്ക് യു മോട്ടിവേഷൻ. അപ്പൊ അളിയനാണ് കൊണ്ടുവന്നത്. അളിയൻ ഒരു ഉമ്മയെങ്കിലും കൊടുക്കണ്ട. നമ്മൾ ഇത്രയും നല്ലൊരു മൊമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. താങ്ക് യു. സോ ഗൈസ്, നമുക്കിനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങാം. ഏകദേശം ഒരു 2 മണിയായി. നമുക്ക് 4 മണിക്കൂർ വരെ പാർക്കിംഗ് ഫ്രീ ഉള്ളു. അത് കഴിഞ്ഞ് സാലറിന്ന് കട്ടാവും 20 dirhams. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. 452 മീറ്ററിന് മുകളിൽ, ഏകദേശം ഇവിടെ അല്ലേ, ഇവിടെയാണ് നിൽക്കണം നമ്മളിവിടെ. സോ ഇത്രയും ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കണം. ലൈഫിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഇത് ഞാൻ കണ്ട്. സോ അടിപൊളി. താങ്ക് ഗോഡ്, ദൈവത്തിനോട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകിയതിന്. 24-നും 125-ലും കൂടി നമുക്ക് പോകാൻ പറ്റും. സോ നമ്മൾ 125-ലും കൂടി പോവുകയാണ്. അവിടെ സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ വഴി നമ്മൾ നടന്നാണ് മേളിലോട്ട് കയറണം. ഒരു 1 ഫ്ലോറും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അല്ലടാ പൊടിയാ, എടാ എന്നെ കറണ്ട് അടിക്കുന്നടാ ഇതിൽ തൊടുമ്പോ. നിങ്ങൾക്ക് അടിക്കുന്നുണ്ടോ? എനിക്ക് ഒരെണ്ണം അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനം കിട്ടി കേട്ടാ. അത് നമ്മളെ ശരീരത്തിൽ എന്തോ ഒരു ഇലക്ട്രിക്കൽ എന്തോ ഇത് കടന്നു പോകുന്നതുകൊണ്ടാണ്. ഓ മൈ ഗാഡ്, ഇത് സെറ്റല്ലേ. ഇത് വേറെ ഒരു ഡിഫറെന്റ് വ്യൂ. എൻ്റെ ഫോളി വ്യൂ, സൂപ്പർ വ്യൂ ഗായ്സ്, സൂപ്പർ വ്യൂ. അടിപൊളി, നല്ല രസമുണ്ട്. ഇതാ പോകുന്നു ഡൗണിലേക്ക്. നിങ്ങളിത് കാണുക. സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, സോ നൈസ്. ചെവിന്ന് മറ്റേ
നമ്മൾ വാട്ടർ ഷോയുടെ അവിടെ എത്തി. നമ്മൾ ഇതിനകത്തായിരുന്നു, ഇതായിരുന്നു എൻട്രൻസ്. ഈ എൻട്രൻസിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും, മേളിലോട്ട് കയറാം, ബുർജ് ഖലീഫയുടെ മേളിലോട്ട് കയറാം. സോ ബൈ ദ ബൈ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേ കണക്ക് ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇടുക. പിന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ, ഇവിടെ വന്നിട്ട് എവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം, എങ്ങനെ അവിടെ എത്തണമെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വൈൻഡപ്പ് എടുക്കാം. സോ സുഹൃത്തുക്കളെ, അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്ക് വണക്കം. ബൈ ബൈ, ടാറ്റ, സീ യു.